നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 3 ആയിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇല്ലുസ്ട്രേഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇല്ലുസ്ട്രേഷൻ 3 നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ഇന്ന് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 4 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇല്ലുസ്ട്രേഷൻ 4ൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇന്ന് പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം വേരിയസ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ അക്കൗണ്ട്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പം അതിനു മുന്നേ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെ അക്കൗണ്ട്സ് വരയ്ക്കണം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അക്കൗണ്ട് എല്ലാം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നോക്കിയേ, എങ്ങനെ നമ്മൾ അക്കൗണ്ട് ഏതൊക്കെ വരയ്ക്കണം എന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. നോക്കിയേ, ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓഫ് ₹19,000 വാസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്നാണ്. ഇവിടെ എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷന് വേണ്ടി 19,000 രൂപ ഈ വർഷം അടയ്ക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം നമ്മുടെ എന്താണ് ഷോർട്ട് ടൈം പ്രൊവിഷന് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഷോർട്ട് ടൈം പ്രൊവിഷനകത്ത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രൊവിഷൻ ഫോർ ടാക്സിന് എന്ത് വരയ്ക്കണം? അക്കൗണ്ട് വരയ്ക്കണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് പ്ലാന്റിനെ പറ്റിയാണ് അല്ലേ. പ്ലാന്റ് കോസ്റ്റിംഗ് 6,000 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ പ്ലാന്റ് വിറ്റ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, നമുക്കിവിടെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാഞ്ചിബിൾ അസറ്റിലെ ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്ലാന്റ് അക്കൗണ്ടും വരയ്ക്കണം. ഇത് നോക്കിയേ, അവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 2,500 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പം അവിടെ നമുക്ക് ഓൾറെഡി ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് ഇവിടെ ലോങ് ടേം പ്രൊവിഷൻ വെക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാൻ. കണ്ടോ, പ്ലാന്റിന്റെ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഡിപ്രീസിയേഷൻ, അതായത് പ്ലാന്റിന്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തും വരയ്ക്കണം? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അക്കൗണ്ടും വരയ്ക്കണം. പിന്നെ ഇവിടെ വരയ്ക്കേണ്ടത് എന്താണ്? തൊട്ടടുത്തായിട്ട് പറഞ്ഞ ഡിവിഡൻഡ് കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്തുണ്ട്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടും വരയ്ക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബാക്കി ഒരുപാട് ടെക്സ്റ്റിലെ ഗുഡ് വിൽ അക്കൗണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കാനായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതൊന്നും വരയ്ക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ആ എമൗണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിന്റെ എല്ലാം അക്കൗണ്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, നമ്മളിവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് വരച്ചു. ആദ്യം തന്നെ നമ്മൾ നോക്കണം, നമ്മുടെ ഷോർട്ട് ടൈം പ്രൊവിഷൻ എന്നുള്ള ഹെഡിങ്ങിലാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ടാക്സ് 2015 16,000 എന്നും 2016 18,000 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ. കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം എല്ലാ ലയബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വേണം അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാൻ. അപ്പൊ നമുക്ക് എഴുതാം ബൈ ബാലൻസ് ബ്രോഡൗൺ. ഓക്കെ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2015 അപ്പൊ എഴുതാം 16,000. ഇനി എന്താ ഉള്ളത്? തൊട്ടടുത്ത് തന്നെ എൻ്റെ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് എപ്പോഴും എവിടെയാണ്? അപ്പം ഓപ്പണിംഗ് ക്രെഡിറ്റിലാണെങ്കിൽ ക്ലോസിംഗ് എവിടെ ആയിരിക്കും? ഡെബിറ്റിലായിരിക്കും. താഴെയായിട്ട് എഴുതുക ടു ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് എത്രയാണ്? 18,000. അപ്പൊ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതി. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓഫ് 19,000 വാസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പൊ നോക്കിയേ, ഈ വർഷം പ്രൊവിഷൻ അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ 19,000 രൂപ മാറ്റി വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്നായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നായിരിക്കും അല്ലെ. അപ്പം ഈ വർഷത്തെ പ്രോഫിറ്റിൽ 19,000 രൂപ എന്താണ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പൊ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 19,000 കാണിച്ചിട്ടുണ്ട്. അപ്പൊ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നായിരിക്കില്ലേ. അപ്പൊ നമ്മുടെ പ്രൊവിഷൻ ഫോർ ടാക്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ അടച്ചു എന്നല്ല പറഞ്ഞത്, അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിത് അടയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ്? നമ്മുടെ പ്രോഫിറ്റിൽ നിന്നുമാണ്. പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നത് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് അല്ലെ. ഇത് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. അപ്പം നമ്മൾ എവിടെ കാണിക്കേണ്ടത്?
ക്രെഡിറ്റ് സൈഡ്. കാരണം എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ടാക്സ് എന്നാണ് വരുന്നത്. അപ്പൊ എവിടെ വരും? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. എമൗണ്ട് എത്രയാണ്? 19,000. നമുക്ക് ഇത് മാത്രമേ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം നോക്കിയേ, ഇവിടെ ഏത് സൈഡാണ് കൂടി നിൽക്കുന്നത്? ക്രെഡിറ്റ് സൈഡാണ് അല്ലേ? അപ്പൊ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പം എത്ര കൂടി നിൽക്കുന്നുണ്ട്? 35,000 വരും. ടോട്ടൽ എന്ന് പറയുന്നത് 35,000. ഈ സൈഡിൽ എഴുതാം 35,000. 35,000-ൽ നിന്നും എന്ത് കുറയ്ക്കണം? 18,000 കുറയ്ക്കുമ്പം ഒരു 17,000 രൂപയുടെ ഡിഫറൻസ് വരും. ഓക്കെ, ഈ 17,000 രൂപയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതണം? ക്യാഷ് എന്ന് എഴുതണം. ബ്രാക്കറ്റ് എഴുതുക. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ വർഷത്തത് മാറ്റി വെച്ചിട്ട് അടുത്ത വർഷമാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ കഴിഞ്ഞ വർഷം മാറ്റിവെച്ച ഒരു ടാക്സ് നമ്മൾ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രൊവിഷൻ ഫോർ ടാക്സിന്റെ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ഐറ്റം പി ആൻഡ് എൽ അക്കൗണ്ട്, ഇത് രണ്ടും, അതായത് ടാക്സിന് വേണ്ടി പ്രൊവിഷൻ മാറ്റിവെച്ചതും ടാക്സ് പെയ്ഡും വന്നാൽ, രണ്ടും വന്നാൽ ഈ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഐറ്റം ആണ് എവിടെ വരേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരേണ്ടത്. ഓക്കെ, നമ്മൾ തിരിച്ചു കൂട്ടത്തില്ലേ, അപ്പൊ അവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരേണ്ടത് ഇതാണ്. ഇത് ടാക്സ് പെയ്ഡ് എവിടെ ആയിരിക്കും വരുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇനി ബാക്കി അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് വരയ്ക്കേണ്ടുന്ന അടുത്ത അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അടുത്ത ഇൻഫർമേഷൻ പറയുന്ന ഇതാണ്. ഇവിടെ പ്ലാന്റ് 6,000 രൂപയുടെ ഒരു പ്ലാന്റ് നമ്മൾ 3,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. ബ്രാക്കറ്റ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 2,500 എന്ന് പറഞ്ഞു. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടി പ്രത്യേകം നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മളിവിടെ ഓരോ വർഷവും ഇങ്ങനെ ഈ ഒരു ഡിപ്രീസിയേഷന്റെ ഈ ഒരു ഫണ്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എമൗണ്ടുകൾ മാറ്റിയിടുന്നത്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടും വരയ്ക്കണം. പ്ലാന്റ് അക്കൗണ്ടും വരയ്ക്കണം, പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കണം. അപ്പോൾ അത് നമുക്ക് എന്ത് വരയ്ക്കാം? പ്ലാന്റ് അക്കൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന്റെ ഓപ്പണിംഗ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ക്രെഡിറ്റ് സൈഡിലും കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓപ്പണിംഗ് എഴുതാം. ഓപ്പണിംഗ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡ് ഡൗൺ. എമൗണ്ട് എത്രയാണ്? പ്ലാന്റിൻ്റെത് 37,000. ക്ലോസിംഗ് എവിടെയാണ് എഴുതേണ്ടത്? ഏറ്റവും താഴെയായിട്ട് എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ. എമൗണ്ട് 56,000. അപ്പോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 6,000 രൂപ വിലയുള്ളൊരു പ്ലാന്റ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 3,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. അപ്പം എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു പ്ലാന്റ് വിൽക്കുമ്പം എന്ത് സംഭവിക്കുക? പ്ലാന്റ് കുറയും അല്ലേ? പ്ലാന്റ് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? പ്ലാന്റ് കൂടണമെങ്കിലോ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ക്യാഷ് വരും. ഇപ്പോൾ ഒരു പ്ലാന്റ് വിൽക്കുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് എന്ന് വരും. അപ്പോൾ എവിടെ വരും? ഇവിടെ വരും ബൈ ക്യാഷ്. എത്രയാണ്? 3,000. നമ്മളിവിടെ 6,000 എഴുതില്ല. എത്രയാണോ നമ്മൾ വിറ്റത് അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇനി നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് ഈ പ്ലാന്റിന് എന്താണ്? ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? എത്രയാണ്? 2,500 രൂപ ഡിപ്രീസിയേഷൻ. അത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നാണ്. അപ്പൊ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ നമുക്ക് അത് എഴുതേണ്ടത് ഡിപ്രീസിയേഷന്റെ പ്രത്യേക ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അത് വേണം നമ്മൾ എഴുതാൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 2,500. അപ്പൊ ഇതുവരെ ഈ പ്ലാന്റ്, ഈ 6,000 രൂപ വിലയുള്ള പ്ലാന്റിന് ഇതുവരെ സംഭവിച്ച ഡിപ്രീസിയേഷൻ ആണ് 2,000. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, ഈ വർഷത്തെ അല്ല, ഇതുവരെ നമ്മളിങ്ങനെ മാറ്റിവെച്ച ഡിപ്രീസിയേഷൻ എത്രയാണ്? 2,500. അപ്പൊ നോക്കിക്കേ, ഈ പ്ലാന്റിന്റെ വില 6,000 ആയിരുന്നു അല്ലേ? ഇതിന് എന്ത് സംഭവിക്കും? ഇതുവരെ 2,500 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ബാലൻസ് എത്ര വരും? 3,500 രൂപ വിലയുണ്ട്. അതായത് ആ ഒരു പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ ബാക്കി 3,500 രൂപ ആ പ്ലാന്റിന് വിലയുണ്ട്. നമ്മൾ എത്രനാ വിറ്റത്? 3,000 രൂപയ്ക്കാണ് വിറ്റത്. അതായത് ഒരു 500 രൂപ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നഷ്ടമായതുകൊണ്ട് നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഈ നഷ്ടം എവിടെ കാണിക്കേണ്ടത്? നമ്മൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആയാലും ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആയാലും ഒക്കെ നമ്മൾ എവിടെ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് നമ്മൾ ആ നഷ്ടം വരുന്നത് 500. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 6,000 ആയില്ലേ? ആ പ്ലാന്റ് 6,000 രൂപ വിലയുള്ള പ്ലാന്റ് 3,000-ന് വിറ്റു.
2500 രൂപയാണ് ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ തന്നെ എത്രയായി? 5500 ആയി. ബാക്കി ഉണ്ടായ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കാണിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആ പ്ലാന്റിന്റെ വിലയായ 6000 വരും. ഓക്കെ, അപ്പൊ അതിനാണ് നമുക്കിവിടെ 6000 തന്നത്. അപ്പൊ ഇത്രയും ആയപ്പം ക്രെഡിറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നോക്കിയേ, നമുക്കിനി എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലേ? ഇവിടെ 37,000 ഇവിടെയുള്ള എമൗണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് കാണുമ്പോഴേ അറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യുമ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 62,000 ആണ് ടോട്ടലി വരുന്നത്. അപ്പൊ കൂടി നിൽക്കുന്ന എമൗണ്ട് രണ്ട് സൈഡും എഴുതുക, 62,000. ഈ 62,000 നിന്നും 37,000 കുറയ്ക്കുമ്പം ഒരു 25,000 രൂപയുടെ ഡിഫറൻസ് എവിടെ വന്നു? ഡെബിറ്റ് വന്നു. ഡെബിറ്റ് വന്നതിന് അർത്ഥം എന്താണ്? അസറ്റ് വാങ്ങി എന്നല്ലേ? അസറ്റ് വാങ്ങുമ്പോൾ എന്തായിരിക്കും എൻട്രി? പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതാ, ബാലൻസിങ് ഫിഗർ. ഓക്കെ, അപ്പൊ 25,000 രൂപയുടെ പ്ലാന്റ് നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അക്കൗണ്ട് വരച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. ക്രെഡിറ്റിലാണ് ഡിഫറൻസ് വന്നെങ്കിലോ നമ്മളത് വിറ്റതായിട്ടാണ്. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇവിടെ വിറ്റിട്ടും ഉണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം അല്ലെ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി ആയതുകൊണ്ട് അതിന്റെ ഓപ്പണിംഗ് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ. അപ്പൊ എഴുതാം ബൈ ബാലൻസ് ബ്രോഡ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 10,400 ആണ്. ക്ലോസിങ് താഴെ വേണം എഴുതാൻ. ടു ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് എത്രയാണ്? 18,600. ഓക്കെ, ഇനി നോക്കിയേ, ഈ പ്ലാന്റ് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് സൈഡിൽ ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 2,500 ഇല്ലേ? ഇതിന്റെ എൻട്രി എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് എന്നാണ് ഇതിന്റെ എൻട്രി. അപ്പൊ ഇവിടെ എന്ത് വന്നു? ബൈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ വന്നു. അപ്പൊ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അത് എങ്ങനെ വരും? ടു പ്ലാന്റ് അക്കൗണ്ട് എന്ന് വരും. അപ്പൊ എഴുതാം ടു പ്ലാന്റ് അക്കൗണ്ട് 2,500. അപ്പൊ ഇത് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് ക്രെഡിറ്റ് സൈഡ് എഴുതി, ക്ലോസിംഗ് ഡെബിറ്റ് സൈഡ് എഴുതി, പിന്നെ ഇവിടെ ആകെയുള്ള എന്താണ്? ആ ഒരു പ്ലാന്റ് അല്ലെ, 6,000 രൂപയുടെ പ്ലാന്റിന്റെ പ്രൊവിഷൻ ആണ്, അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് അല്ലെ? 18,600ഉം 2,500 കൂട്ടുമ്പം 21,100 വരും. 21,100 നിന്നും 10,400 കുറയ്ക്കുമ്പോൾ വരുന്നത് 10,700. നേരെ നമ്മൾ എഴുതണം ഡിപ്രീസിയേഷൻ. മൊത്തത്തിലുള്ള ഡിപ്രീസിയേഷൻ ആണ് 10. എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടി പ്രത്യേക ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വന്നത്. ശരിക്കും ഈ പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? 10,700 ആണ്. ഈ ഡിപ്രീസിയേഷൻ എവിടെ വരും? ഫണ്ട് ഫ്രം ഓപ്പറേഷനകത്ത് വരണ്ടായിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് വരച്ചത്. ഇല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അല്ല എവിടെ തന്നെ വരും? ഈ പ്ലാന്റ് അക്കൗണ്ടിൽ തന്നെ വന്നേനെ. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കി അക്കൗണ്ടുകൾ വരയ്ക്കാം. ഇനി അടുത്ത എന്താണ്? അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ ഡിവിഡൻഡിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് വരയ്ക്കണം? ഇവിടെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ അക്കൗണ്ട് വരയ്ക്കുക. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കുകയാണ്. അപ്പൊ അതൊരു ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ക്രെഡിറ്റ് സൈഡിൽ വരണം. അപ്പൊ നമുക്ക് എഴുതാം ബൈ ബാലൻസ് ബ്രോ ഡൗൺ. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാണ്? 5,000. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ടു ബാലൻസ് ക്യാരി ഡൗൺ 3,000. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതി. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡിവിഡൻഡ് ഓഫ് 12.5% ഓൺ ഒറിജിനൽ ഷെയർസ് വാസ് പെയ്ഡ് ഡ്യൂറിങ് 2016. നമ്മൾ 12% അല്ലെ, ഒറിജിനൽ ഷെയർസിന് 12% ഡിവിഡൻഡ് നമ്മൾ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാണ് 2016 കൊടുത്തത്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കുന്ന ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണല്ലോ. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് 2015 1 ലക്ഷം ഡിബഞ്ചറും 2016 1,20,000. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് 2015 1 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റലും 2016 1,20,000
രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് ഉള്ളത്. ഇവിടെ ഒറിജിനൽ ഷെയർസ് എന്ന് പറയുന്നുണ്ട്. ഒറിജിനൽ ഷെയർസിന് അതായത് കഴിഞ്ഞ വർഷത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഈ വർഷം കൊടുത്തു. അപ്പൊ ഇവിടെ എടുക്കേണ്ട ഏതാണ്? 2015 എടുക്കേണ്ടത്. 2015 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് അല്ലെ 1 ലക്ഷം ഷെയർ ക്യാപിറ്റലാണ്. ആ 1 ലക്ഷത്തിന്റെ 12.5% എടുക്കേണ്ടത്. അപ്പൊ എത്ര വരും? 12,500 വരും. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എൻട്രി എന്തായിരിക്കും? ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നല്ലേ വരുന്നത് അല്ലെ? നമ്മുടെ ക്യാഷ് പോവല്ലേ. അപ്പം പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. ഇവിടെ പെയ്ഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ടു ക്യാഷ് എന്ന് വന്നത്. നേരെ മറിച്ച് ഈ വർഷം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ക്യാഷ് മാറ്റി വെച്ചു, മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്നായിരുന്നെങ്കിലോ നമ്മൾ എവിടെ കാണിക്കണം? ബൈ P&L അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ടാക്സ് പോലെ തന്നെയാണ്. മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞാൽ ബൈ P&L അക്കൗണ്ട് എന്ന് എഴുതുക, പെയ്ഡ് എന്ന് പറഞ്ഞാൽ ടു ക്യാഷ് എന്ന് എഴുതുക. അത് പ്രൊപ്പോസ് ഡിവിഡൻഡ് ആയാലും ശരി, പ്രൊവിഷൻ ഫോർ ടാക്സ് ആയാലും ശരി, അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ കൊടുത്തത്? 1 ലക്ഷത്തിന്റെ 12.5% എന്ന് പറയുമ്പം 12,500 വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇവിടെ കൂടി നിൽക്കുന്ന ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡാണ്. കൂട്ടുമ്പം 15,500 വരും. 15,500. ഈ 15,500 നിന്നും എന്ത് കുറയ്ക്കാം? നമ്മുടെ 5,000 രൂപ അല്ലേ? 5,000 ആണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലുള്ളത്. കുറയ്ക്കുമ്പം 10,500 വരും. അതെന്തായിരിക്കും? മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആണ്. നമ്മൾ എഴുതേണ്ടത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്ന് കാണിക്കാം. ഓക്കെ, ഇത്രയും അക്കൗണ്ട് മാത്രം നമ്മൾ വരച്ചാൽ മതി. കാരണം നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 4 അക്കൗണ്ടാണ് വരച്ചത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അക്കൗണ്ട് വരയ്ക്കാതെ തന്നെ നമുക്ക് എന്താണെന്ന് എഴുതാനായിട്ട് പറ്റും. ബാക്കി വെറുതെ അക്കൗണ്ടുകൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കിനി വരയ്ക്കാനായിട്ടുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷനും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.